മഴയായതുകൊണ്ട് തന്നെ കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. സ്വപ്ന പദ്ധതി എന്നാണ് ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയെ സംസ്ഥാന സർക്കാർ വിശേഷിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പാതയുടെ തുടക്കം ആനക്കാമ്പൊയിൽ നിന്നാണെന്ന് പറയുന്നുണ്ടെങ്കിലും കൃത്യമായ സ്ഥലം മറിപ്പുഴ എന്നാണ്. ആ സ്ഥലത്താണ്, മറിപ്പുഴയിലാണ് നമ്മളിപ്പോഴുള്ളത്. താമരശ്ശേരി ചുരത്തിന് ബദലാണ് 4 വരി തുരങ്കപാത. ഇരട്ട തുരങ്കങ്ങളായാണ് പാതയുടെ നിർമ്മാണം. 8.11 കിലോമീറ്റർ തുരങ്കത്തിന്റെ ദൈർഘ്യം. പാറക്കെട്ടുകൾ തുറന്നുള്ള പാതയ്ക്ക് കർശന ഉപാധികളോടെയാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അനുമതി നൽകിയിട്ടുള്ളത്. നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ പ്രത്യേകത കൂടി പരിഗണിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള നിർദ്ദേശങ്ങൾ. ഇപ്പോൾ അവിടെ മാത്രം കണ്ടുവരുന്ന ബാണാസുര ചിലപ്പൻ എന്ന് പറഞ്ഞ പക്ഷിയെ സംബന്ധിച്ച്, അവിടെ ആനത്താരയുണ്ട്, ആനത്താര സംരക്ഷിക്കുന്നതിനെ സംബന്ധിച്ച്, അവിടെ നമ്മുടെ ഈ ബോറിംഗ് നടക്കുന്ന ഘട്ടത്തിലുണ്ടാകുന്ന വൈബ്രേഷൻ കുറയ്ക്കുന്നത് സംബന്ധിച്ച്, അതുപോലെ തന്നെ ഈ വലിയ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ മണ്ണൊലിപ്പുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഈ നമ്മൾ ഡംപ് ചെയ്യുന്ന സാധനങ്ങളുടെ അതിൻ്റെ പ്രൊട്ടക്ഷൻ, അത് പുഴകളിലേക്ക് മറ്റ് ജലസ്രോതസ്സും മലിനമാകാത്ത കാര്യങ്ങളെ സംബന്ധിച്ച്, അങ്ങനെ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന കർശനമായ നിയന്ത്രണങ്ങളോട് കൂടി തന്നെയാണ് ഈ പദ്ധതിക്ക് ആവശ്യമായ പരിസ്ഥിതിയുടെ ഒരു അംഗീകാരം നമുക്ക് ലഭ്യമായിരിക്കും. 2134 കോടി രൂപ ചിലവ് വരുന്ന പദ്ധതിയുടെ ടെൻഡർ നടപടികൾ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. ഭൂമി ഏറ്റെടുപ്പ് 90% പൂർത്തിയായി. പൊതുമരാമത്ത് വകുപ്പ്, കിഫ്ബി, കൊങ്കൺ റെയിൽവേ എന്നിവയുടെ ത്രികക്ഷി കരാറിലാണ് പദ്ധതി. തുരങ്കത്തിൻ്റെ ഫ്ലൈ ഓവർ തുടങ്ങുന്നത് നമ്മുടെ സ്പോട്ടിൽ നിന്നാണ്, സ്ഥലത്തു നിന്നാണ്. അവിടുന്ന് ഒരു 200 മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പാലത്തിലേക്ക് വരും. 200 മീറ്റർ 250 മീറ്റർ ഫ്ലൈ ഓവർ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തുരങ്കത്തിലേക്കാണ്. നമ്മളെക്കാളും കൂടുതൽ കഴിച്ചിലാണ് വയനാട്ടുകാരാണ്. കാരണം അവർ ശ്വാസം പൊട്ടിക്കഴിയുക, തുരങ്കം വഴി അവർ ആശുപത്രി പോകാൻ വരെ രക്ഷയില്ലാത്ത സമയം നമുക്കറിയാലോ. ഞങ്ങൾക്കും ഉണ്ടാകണമല്ലോ ഒരു നല്ല നാൾ. അത് വരാൻ പോകുന്നതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇപ്പം ബാംഗ്ലൂർ ഒക്കെ പോകാൻ ഏറ്റവും എളുപ്പമാണ്. ഇപ്പം താമരശ്ശേരി ചുരത്തൂടെ കടന്നു പോകുക എന്ന് പറഞ്ഞാൽ ഈ ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ പ്രയാസമാണ്. അപ്പോൾ ആ പ്രയാസത്തിന് ഒരു ബദൽ മാർഗമാണിത്. അതുപോലെ വയനാട്ടുകാർക്ക് ഏറ്റവും സുന്ദരമായിട്ട് അവർക്ക് ഏറ്റവും കോഴിക്കോട് മെഡിക്കൽ കോളേജ്, അതുപോലെ ഇവിടെ നമ്മുടെ കരിപ്പൂർ വിമാനത്താവളം, ഇവിടെയൊക്കെ എത്താൻ എത്രയോ കിലോമീറ്ററുകൾ, 10-30 കിലോമീറ്ററിനടുത്ത് അവർക്ക് ലാഭം കിട്ടും. പിന്നെ ഞങ്ങളെ എല്ലാവരുടെയും ഒരു ചിരകാല സ്വപ്നമായിരുന്നു ഇത് വരണമെന്നുള്ള. ഇവിടുത്തെയുള്ള ജനങ്ങൾ മുഴുവൻ പാർട്ടിക്ക് രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ട് എല്ലാ പാർട്ടിക്കാരും ഇത് വരണമെന്നുള്ള ആഗ്രഹത്തിലാണ്. ഭോപ്പാൽ ആസ്ഥാനമായ ദിലീപ് ബിൽക്കോൺ, കൊൽക്കത്ത ആസ്ഥാനമായ റോയൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നീ കമ്പനികളാണ് നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. 4 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടുന്നത്. കേന്ദ്രത്തിന്റെ അന്തിമാനുമതി ലഭിച്ചതോടെ അടുത്ത മാസം അവസാനം അല്ലെങ്കിൽ ഓഗസ്റ്റ് ആദ്യം പാതയുടെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യാനാണ് സർക്കാർ തീരുമാനം. മറിപ്പുഴയിൽ നിന്ന് ജോം ടി കെയോടൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്.